ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സമർപ്പണത്തെ ധ്യാനിക്കാം. ദൈവഹിതം ഭൂമിയിൽ നിറവേറുവാൻ ദൈവത്തിൻ്റെ പദ്ധതികളുടെ മുമ്പിൽ പരിപൂർണമായി വിധേയപ്പെട്ടുകൊണ്ട്, ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങേ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുമ്പിൽ ശിരസ് നമിച്ച ഭൂമിയിലെ ഏറ്റവും മഹത്വമുള്ള വ്യക്തിയാണ് പരിശുദ്ധ മറിയം. ആഗോള തിരുസഭ ഇന്നേ ദിവസം പരിശുദ്ധ കന്യകാമാതാവിൻ്റെ സമർപ്പണ തിരുനാൾ ആചരിക്കുമ്പോൾ അമ്മയുടെ സമർപ്പണം ഭൂമിക്ക് മുഴുവനും രക്ഷ സ്വന്തമാക്കാൻ കാരണമായി. ദൈവം തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ച് മാറ്റി നിർത്തിയ ഒരു വ്യക്തി ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് മുമ്പിൽ തൻ്റെ ഇഷ്ടങ്ങളെ ബലി നൽകിയ ദിനമാണിത്. ഓരോ സമർപ്പണവും ത്യാഗപൂർണമാണ്. ഓരോ സമർപ്പണവും നഷ്ടപ്പെടുത്തലാണ്. ഇഷ്ടങ്ങളെ, ആഗ്രഹങ്ങളെ, സ്വപ്നങ്ങളെ, സ്വജീവിതത്തെ, സന്തോഷങ്ങളെ. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ എല്ലാവിധമായ നഷ്ടപ്പെടുത്തലുകളും ദൈവത്തിന് വേണ്ടി നിറവേറ്റിയ മഹത്വമുള്ള വ്യക്തിയായി നമുക്ക് കാണുവാൻ സാധിക്കും. ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും? ദൈവ വചനമനുസരിച്ച് ജീവിക്കുന്നവരാരോ അവരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും. അഥവാ സ്വർഗപിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവർ എൻ്റെ അമ്മയും സഹോദരങ്ങളും സഹോദരിമാരുമാണ്. സത്യത്തിൽ സമൂഹമധ്യേ യേശു പരിശുദ്ധ അമ്മയെ ആദരപൂർവ്വം സംസാരിക്കുന്ന വചനഭാഗമാണ് സുവിശേഷത്തിൽ നമ്മൾ കാണുക. മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിൽ 46 മുതൽ 50 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവഹിതമനുസരിച്ച് ജീവിച്ചവൾ, ദൈവത്തിൻ്റെ വചനത്തിന് പരിപൂർണമായി വിധേയപ്പെട്ടവൾ പരിശുദ്ധ അമ്മയല്ലാതെ മറ്റാരാണ് ഇത്രയേറെ വചനസാക്ഷ്യമാവുകയും വചനത്തിന് വേണ്ടി തൻ്റെ ജീവൻ സമർപ്പിച്ച് ഹൃദയത്തിൽ വചനത്തെ സ്വീകരിച്ച് ശരീരത്തിൽ വഹിച്ച് ലോകത്തിന് ക്രിസ്തുവിനെ പ്രദാനം ചെയ്തത്? ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി സ്വർഗപിതാവിൻ്റെ മനസ്സിനൊത്ത് ജീവിച്ച ഭൂമിയിലെ ഏറ്റവും മഹത്വമുള്ള വ്യക്തിയാണ് മറിയം. അതുകൊണ്ടാണ് വിശുദ്ധരിൽ ഏറ്റവും ശ്രേഷ്ഠമായ പദവി പരിശുദ്ധ മറിയത്തിന് തിരുസഭ നൽകുന്നത്. പരിശുദ്ധ ലിയോ മാർപ്പാപ്പ ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തിയ സമയം കൂടിയാണല്ലോ ഈ കാലഘട്ടം. പരിശുദ്ധ അമ്മ സഹരക്ഷകയല്ല എന്ന് തിരുസഭ ആവർത്തിച്ച് പഠിപ്പിച്ചു. അത് തിരുസഭയുടെ ആദ്യകാലം മുതലുള്ള പഠനമാണ്. ആ പഠനത്തെ ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തി എന്ന് മാത്രം. പരിശുദ്ധ അമ്മ സഹമധ്യസ്ഥയല്ല. കാരണം എന്തെന്നോ, ആകാശത്തിനും ഭൂമിക്ക് മധ്യേ മനുഷ്യകുല രക്ഷയ്ക്ക് വേണ്ടി ഒരേ ഒരു നാമമേ നൽകപ്പെട്ടിട്ടുള്ളൂ. അത് യേശുവെന്ന നാമമാണ്. ആ യേശുവെന്ന നാമത്തെ ഭൂമിക്ക് നൽകിയ മഹത്വമുള്ള നാമമാണ് പരിശുദ്ധ മറിയത്തിൻ്റേത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ മറിയം ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ സജീവമായി പങ്കുകൊണ്ട വ്യക്തിയാണ്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സമർപ്പണത്തിലൂടെ ഭൂമിക്ക് കൈവന്ന ഏറ്റവും ആനന്ദദായകമായ അനുഭവം ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി ഏറ്റുപറയുവാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യം ലഭിച്ചു എന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ നന്മയുടെയും ഉറവിടമായ ദൈവം തൻ്റെ സ്നേഹത്തിൻ്റെ ഭൂമിയിൽ ഏറ്റവും മനോഹരമായ അടയാളമായി പരിശുദ്ധ അമ്മയെ നമുക്ക് നൽകുകയും ചെയ്തു. ഇന്നും ഈ അമ്മയുടെ മഹനീയ മാധ്യസ്ഥം വഴി നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് സ്വർഗം ഉത്തരം നൽകുന്നതും ഈ അമ്മ ദൈവത്തിനൊന്നും നിഷേധിക്കാത്തത് കൊണ്ടാണ്. പരിശുദ്ധ അമ്മയുള്ള സ്നേഹവും കരുതലും സംരക്ഷണവും നമുക്ക് ലഭ്യമാകട്ടെ. ഈ വിശുദ്ധമായ സമർപ്പണ ദിനം നമ്മുടെ ജീവിതത്തെ ക്രിസ്തു സ്നേഹത്തിൽ സമർപ്പിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ മഹനീയമായിട്ടുള്ള മാതൃക നമുക്ക് പ്രചോദനമാകട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.